നമസ്കാരം. കാരുണ്യ സ്പർശം പദ്ധതിയിലൂടെ ചരിത്ര മുന്നേറ്റം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻഡ് ക്യാൻസർ ഡ്രഗ്സ് പദ്ധതി. ഇതുവഴി 2.01 കോടി രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്തതായും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അതിൽ 1.34 കോടി രൂപ കുറച്ചാണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി വിതരണം ചെയ്തത്. തികച്ചും ലാഭരഹിതമായാണ് മരുന്നുകൾ നൽകുന്നത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 29-നാണ് പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേവലം 3.5 മാസം കൊണ്ട് നിരവധി പേർക്കാണ് ഇതിലൂടെ സഹായമായതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻഡ് ക്യാൻസർ ഡ്രഗ്സ് പ്രത്യേക കൗണ്ടർ വഴിയാണ് ക്യാൻസർ മരുന്നുകൾ വിതരണം ചെയ്തു വരുന്നത്. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടത്തി വരുന്നതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 40,000 രൂപ വില വരുന്ന മരുന്നുകൾ പോലും കേവലം 6,000 രൂപ മാത്രം ഈടാക്കിയാണ് ഈ കൗണ്ടറുകൾ വഴി വിൽപ്പന നടത്തി വരുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബഹുഭൂരിപക്ഷം മരുന്നുകളും സീറോ പ്രോഫിറ്റായി ലഭ്യമാക്കുന്നു. ആരംഭത്തിൽ 247 ബ്രാൻഡഡ് ഓക്കോളേജ് മരുന്നുകളാണ് ലാഭമില്ലാതെ പ്രത്യേക കൗണ്ടർ വഴി ലഭ്യമാക്കിയത്. ഇപ്പോഴത് 252 മരുന്നുകളാക്കി. കാരുണ്യ സ്പർശം കൗണ്ടറുകളിൽ പ്രത്യേക ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 74 കാരുണ്യ ഫാർമസികളാണ് ഉള്ളത്. ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ 7,000-ഓളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത്. ഇത് കൂടാതെയാണ് ക്യാൻസറിനുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭം ഒഴിവാക്കി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴിയാണ് ഉയർന്ന വിലയുള്ള ആന്റി ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം.